വിവാദ നായകനായ പോറ്റിയെ ശബരിമലയിൽ നിയമിച്ചതാരാണ്? അത് കോൺഗ്രസ് ഭരിച്ച ദേവസ്വം ബോർഡാണ്. തന്ത്രിയാണ് ഇയാളെ ശുപാർശ ചെയ്തതും. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് നിയമനം നൽകിയതും. അതുപോലെ കോൺഗ്രസ് നിയമിച്ച ദേവസ്വം ഭരണസമിതിയുടെ ഭരണകാലത്ത് കൊടിമരം പുതുക്കിപ്പണിയുന്നതിൻ്റെ മറവിൽ അഷ്ടദിക്പാലകരുടെ സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ കാണാതായത് ആരും മറന്നിട്ടുണ്ടാവില്ല. ആ വിഗ്രഹങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് കൊടിമരപ്പണി നടത്തിയതെന്ന് ശില്പി തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുകൂടാതെ മുൻകാലങ്ങളിലെ കോൺഗ്രസ് ഭരണകാലത്തെ ചില കണക്കുകൾ കൂടി പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന അഴിമതികളുടെ വിവരങ്ങൾ കാണാം. ശബരിമലയുടെ മറവിൽ ധൂർത്തും അഴിമതിയും നടമാടിയത് കോൺഗ്രസ് ഭരണകാലയളവിൽ. പ്രതികളെ രക്ഷിച്ച UDF ഇന്നും അവർക്കൊപ്പമാണ്. കേരളത്തിൽ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്ന ചില ശബരിമല അഴിമതി കഥകൾ മാത്രം പറയാം. ഒന്ന്, ബെയിലി പാലം അഴിമതി. 2005 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിഭാവനം ചെയ്ത ബെയിലി പാലം ഇതിൻ്റെ നേർചിത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.15 കോടി രൂപ നഷ്ടമായ പദ്ധതി ശബരിമലയിലെ തിരക്കൊഴിവാക്കാനെന്ന പേരിലായിരുന്നു. അന്ന് കേന്ദ്ര UPA സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയാണ് ഇതിന് മുൻകൈയെടുത്തത്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഉപേക്ഷിച്ച ബെയിലി പാലത്തിൻ്റെ അവശിഷ്ടം ഇവിടെ എത്തിച്ചത് സൗജന്യമെന്ന് പറഞ്ഞാണ്. എന്നാൽ ലോറി വാടക ഇനത്തിൽ 15 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് നൽകേണ്ടി വന്നു. സന്നിധാനത്തിന് പുറകിൽ പാലം സ്ഥാപിക്കാൻ ബോർഡിന് ചിലവായത് 3 കോടി രൂപയും. ഇന്ന് ഈ പാലം ഉപയോഗശൂന്യമായി കിടക്കുന്നു. 2, 7.5 കോടി അഴിമതി. 2005 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് നിലയ്ക്കലും പമ്പയിലുമായി 305 ഏക്കർ വനം ഭൂമി ദേവസ്വം ബോർഡിനായി ഏറ്റെടുക്കാൻ ശ്രമമുണ്ടായത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ദേവസ്വം പ്രസിഡന്റ് G. രാമൻ നായരും പ്രധാനമന്ത്രിയെ കണ്ടുവെങ്കിലും എതിർപ്പുയർന്നതിനെ തുടർന്ന് നീക്കം ഉപേക്ഷിച്ചു. വനവൽക്കരണത്തിന്റെ പേരിലുള്ള പദ്ധതിക്കായി പിന്നീട് ഇടുക്കി കമ്പക്കലിലാണ് ഭൂമി കണ്ടെത്തിയത്. ഇതിനായി ദേവസ്വം ബോർഡ് 7.5 കോടി രൂപ അഡ്വാൻസ് നൽകി. എന്നാൽ പിന്നീട് എന്താണ് ഉണ്ടായതെന്നോ അഡ്വാൻസ് തുക എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യം ഇന്നും അജ്ഞാതമാണ്. 3, ജ്യോതിഷ അഴിമതി. ശബരിമലയിലെ ജ്യോത്സ്യ വിവാദവും UDF ഭരണകാലയളവിലായിരുന്നു. ഉണ്ണികൃഷ്ണ പണിക്കരെ എത്തിച്ച് പ്രശ്ന പരിഹാരത്തിനായി കോടികളാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണസമിതി ധൂർത്തടിച്ചത്. സന്നിധാനത്തെ ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കണമെന്നും കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തി പുതിയത് പണിയണമെന്നും ജ്യോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചതുവഴി കോടികൾ തട്ടുകയായിരുന്നു ലക്ഷ്യം. ശ്രദ്ധ തിരിക്കാൻ അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമെന്നും പ്രചരിപ്പിച്ചു. കോലാഹലത്തിനായി ഉണ്ണികൃഷ്ണ പണിക്കരുടെ ഉറ്റ സുഹൃത്ത് കന്നഡ നടി ജയമാലയാണ് ഉപയോഗിച്ചത്. സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ഉണ്ണികൃഷ്ണ പണിക്കർക്കെതിരെ കേസുമുണ്ടായിരുന്നു. 4, ശർക്കര അഴിമതി. UDF ഭരണത്തിൽ VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴാണ് ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതിലെ കോടികളുടെ അഴിമതി. 5, പാത്രങ്ങൾ വാങ്ങിയതിൽ അഴിമതി. ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങിയതിൽ 1.81 കോടി രൂപയുടെ അഴിമതി നടന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. മുൻമന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായിരുന്ന VS ജയകുമാർ പാത്രങ്ങൾ വാങ്ങിയെന്ന പേരിൽ അഴിമതി നടത്തിയെന്നും ഭീമമായ നഷ്ടം വരുത്തിയെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തി. ശബരിമലയിൽ പഴയ പാത്രങ്ങൾ ഉണ്ടായിട്ടും പുതിയ പാത്രങ്ങൾ വാങ്ങിയെന്ന് ബില്ലുണ്ടാക്കി 1.81 കോടി രൂപയുടെ അഴിമതി കാട്ടി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും നശിപ്പിച്ചതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയധികം വലിയ അഴിമതികൾ നടന്നപ്പോൾ മൗനം പാലിച്ചവരാണ് 481 ഗ്രാം സ്വർണത്തിൻ്റെ പേരിൽ ബഹളം വെക്കുന്നത്. മറ്റെല്ലാം വിഴുങ്ങിയിട്ട് ഇത് മാത്രം ചർച്ചാ വിഷയമാക്കുന്നത് എന്തിനാണ് എന്ന് കേരളം മനസ്സിലാക്കണം. ക്ഷേത്രങ്ങളെ വർഗീയതയുടെ കൂത്തരങ്ങാക്കി മാറ്റാനും സർക്കാർ സംവിധാനത്തിൽ നിന്ന് ക്ഷേത്രഭരണം പിടിച്ചെടുത്ത് RSSന് കൈമാറാനും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ മാധ്യമ പിന്തുണയോടെ തങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജ് ഉപയോഗിച്ച് ജനങ്ങളെ പറ്റിച്ച് ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നരേറ്റീവ് നിർമ്മിച്ച് കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതു വിധേനയും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. അതിനവർ ആരുമായും കൂടും. അതിൻ്റെ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി വേണമെങ്കിൽ തുണി ഉരിഞ്ഞ് പൊതുജനമധ്യത്തിൽ നൃത്തം ചെയ്യും. അയ്യപ്പ ഭക്തരായ ശിവമണിയും
കെ വീരമണിയും ചേർന്ന് 1983 പുറത്തിറക്കിയതാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനം. ഒരു ഭക്തിഗാനം ഇതേപോലെ കോമാളി വേഷം കെട്ടി അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ഏതെങ്കിലും അനുഭാവിയായിരുന്നെങ്കിൽ പോലും എന്തായിരിക്കും ഇവിടുത്തെ പുകില് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ.